ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കൂന്തൽ നിറച്ചതാട്ടോ. വളരെ ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, തേങ്ങ ചിരകിയതിട്ടാ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്ന എണ്ണയ്ക്ക് വലിയ ഉള്ളി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റായിട്ടാട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഈ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ ഇളക്കി ചേർത്ത് എണ്ണ തിളഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ ചിരവിയത് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങയിലേക്ക് ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ച് വരുമ്പോൾ കുറച്ചുകൂടി മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി ഇളക്കുക. മസാല നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് പിന്നെ പകർത്തി വെക്കണേ. ഇനി ഇത് കൂന്തലിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ വേണ്ടത്. ഞാനെടുത്ത കൂന്തലേ കുറച്ച് ചെറുതായി പോയിട്ടോ, കുറച്ച് നല്ല ചെറുതായി പോയി. അതുകൊണ്ട് നിറച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി എടുക്കുമ്പോൾ എല്ലാവരും കുറച്ച് വലിയ കൂന്തൽ നോക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ എടുത്ത് കൂന്തൽ മുഴുവനും നിറച്ച് കൊടുത്തിട്ടോ, ഇറുക്കിൽ വെച്ചാട്ടോ കുത്തി ഇങ്ങനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മസാലയൊക്കെ പുറത്ത് പോലെ. അങ്ങനെ മുഴുവനും ആകെ കുറച്ച് എടുത്തിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടാവും ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടി ഫസ്റ്റായി ചെയ്ത് നോക്കല്ലേ. കൂന്തൽ ഫില്ല് ചെയ്തതിന് ശേഷം നേരത്തെ വെച്ച പാൻ തന്നെ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ പാർന്ന് അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തതും പറഞ്ഞു കൊടുത്തിട്ടോ. മസാല ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടി മസാല സെറ്റായി വന്നപ്പോൾ അതിലേക്ക് കൂന്തലിട്ട് അടച്ച് വെച്ചിട്ടോ. അടച്ച് വെക്കാതെ പൊട്ടിത്തെറിക്കും, അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചേ. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല സെറ്റായി വന്നു കേട്ടോ. വെന്ത് വന്നപ്പോൾ പിന്നെ വേവോളം ഇരിക്കാൻ ആറോളം ഇരിക്കാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയായിട്ടാണ്. അപ്പോൾ പിന്നെ അതും കഷ്ണങ്ങളാക്കി മുറിച്ച് മക്കൾക്കൊക്കെ ടേസ്റ്റ് നോക്കാൻ കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.